കാണാനായി സ്കൂളിൽ വന്ന ഗൗത അവിടെ നിന്ന് എല്ലാം അറിഞ്ഞു. ഗൗത ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു വലിയ അപകടം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ എല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. നിന്റെ ഈ പുതിയ കഥ കൂടി ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇവൻ എന്നെ കൊല്ലുമെന്ന് നീ അങ്ങ് പേടിച്ചു പോയല്ലേ? വല്ലാത്തൊരു സാധനം തന്നെ അടി നീ. ഇങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നുവെങ്കിൽ എന്തിനാടി നീ സത്യം ചെയ്തു തന്നത്? എല്ലാം കരുതി കൂട്ടിയുള്ള നിന്റെ കളി തന്നെ ആയിരുന്നല്ലേ? ഞാനായിട്ട് ഗൗതമിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും വഴിയെ ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ആന്റിയോട് സത്യം ചെയ്ത് കൊടുത്തിട്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ അത് തെറ്റ് തന്നെ. എടി, ഇത്രയും കുതന്ത്രങ്ങൾ നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിനക്കൊരു കുഞ്ഞു പോലും പറക്കാത്ത. മിണ്ടാതെ അവിടെ കട ഇരുന്നോണം. ഇല്ലെങ്കിൽ നിന്റെ വയറ്റിൽ കുഞ്ഞുള്ള കാര്യം ഞാനങ്ങ് മറക്കും കേട്ടാ. കാറും ബംഗ്ലാവും പണവും ഒക്കെ എത്ര കുമിഞ്ഞു കൂടിയാലും നിങ്ങളുടെ മനസ്സിന്നറിയാൻ മാലിന്യങ്ങൾ മാത്രമേ കാണൂ. നിങ്ങളാണ് എന്നെ വളർത്തിയതെന്നും വഴികാട്ടിയെന്നും പറയാൻ പോലും എനിക്കിപ്പോ അപമാനം തോന്നുക. സമ്മതിച്ചു തരാൻ ഞാൻ അനാഥനാണ്, ആരുമില്ലാത്തവനാണ് എന്ന് കരുതി പണം കാണിച്ച് എന്നെ മോഹിപ്പിച്ച് കളയാന്നാണോ നിങ്ങൾ ഇപ്പോഴും കണക്കൂട്ടുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഈ ദുഷിച്ച ചിന്തയുണ്ടല്ലോ, അധികാരവും പണവും ആൾബലവും കൊണ്ട് എന്തും നേടിയെടുക്കാന്നുള്ള ചിന്ത. അതിൽ പൊറുതിമുട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീട് വിട്ടിറങ്ങിയത്. അന്ന് ഗുണ്ടയെ ഏർപ്പെടുത്തി എന്നെ കൊല്ലാൻ നോക്കി. ഇവളെ കൊല്ലാൻ CKCക്ക് കൊട്ടേഷൻ കൊടുത്തു. ഇന്ന് പണം എറിഞ്ഞ് ഞങ്ങളെ പിരിക്കാൻ നോക്കി. സത്യം പറഞ്ഞ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലും പാപമായിട്ട് എനിക്കിപ്പോ തോന്നുന്നത്. എനിക്കിനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാന്ന് തന്നെ കരുതിക്കോ. എന്നാ പോലും നിങ്ങളുടെ ചില്ലി പൈസയ്ക്ക് കൈനീട്ടില്ല. ഞാൻ അധ്വാനിക്കും, ആത്മാർത്ഥതയോടെ തന്നെ രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കും. എനിക്ക് ഉറപ്പാണ്, നിധി എന്ന ശക്തി എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവസാന കാലങ്ങളിൽ ഞാൻ ബിസിനസ്സിൽ എവിടെ നിന്നോ അതിലും ഉയരങ്ങളിൽ ഞാൻ എത്തുമെന്ന്. അതിന് ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. നിധി, വയറങ്ങാം. എത്ര നാളുകൾക്ക് ശേഷം നീ വന്നേ? പോകല്ലേടെ, നിക്ക്. അമ്മേ വേണ്ട, മാറി നിൽക്കേ. ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ എന്നെ പോലും മറന്നു പോവാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാ ഞാന്. നിധി മോളെ, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയവനെ. ആരും എന്നെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ട. നിധി വാ, പോവാം. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ? നമുക്കിനി ഒന്നുകൂടെ ആലോചിക്കാം, തിരിച്ചാ വീട്ടിലോട്ട് പോണോ വേണ്ടയോന്ന്. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ പറഞ്ഞാണ് എന്റെ തീരുമാനം. എന്റെ അനുഭവങ്ങളാണ് പ്രണവേ ഞാൻ പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചാലും ഇനിയും ദൈവം അനുഗ്രഹിച്ചാൽ ഒരു 100 വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. വാ നിധി, പോവാം. അമ്മയൊന്ന് പറയട്ടെ. ഒന്ന് നിക്കടാ, അമ്മ പറയുന്നൊന്ന് കേക്ക്. പറയുന്നൊന്ന് കേക്കട്ടാ. ഗൗതം മോനെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. ഏട്ടാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് നിധി വാ. ഞാൻ ആലോചിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പ്ലീസ്. നമുക്ക് സംസാരിക്കാം. സംസാരിച്ച തീരാത്ത പ്രശ്നങ്ങളുണ്ടായേട്ടാ. അവക്ക് ഞാനിന്ന് വെച്ചിട്ടുണ്ടാ. എന്റെ അമ്മ വെറുതെ അമ്മ നിനക്ക് എന്താ വസു അസുഖം? എന്തിനാ നീ അവരിങ്ങനെ ദ്രോഹിക്കുന്നത്? ഗൗതമിനെ ഒന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനും പ്രണവും എന്തുമാത്രം പാടുവിട്ടോന്നറിയോ? പക്ഷെ നീ കാണിക്കുന്നതോ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള പരിപാടികളല്ലേ? ഇനി ആരൊക്കെ ശ്രമിച്ചാലും ഈശ്വരമംഗലത്തിന് പടിയവൻ ചവിട്ടും തോന്നുന്നുണ്ടോ? എന്തിനാ ബസു നീ ഇങ്ങനെ കാണിക്കുന്നത്? എന്ത് കിട്ടി നിനക്ക് അതിന്ന്?
എന്താ കരുതിയത്? കുറച്ച് പണം എടുത്തു കൊടുത്താൽ ഉടനെ ഗൗതമനെ വിട്ട് നിധി അങ്ങ് പൊയ്ക്കോളൂന്നോ? ഏത് ദൈവത്തിനെ പിടിച്ച് സത്യം ചെയ്തു തന്നാലും നിധിക്ക് അവരെ വിട്ടു പോകാൻ കഴിയില്ല. അത്രയ്ക്ക് മുൻജന്മ ബന്ധമുണ്ട് അവര് തമ്മില്. അതോ പണം കിട്ടിയാൽ ഉടനെ നിധിയോട് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ നിന്റെ കാൽച്ചുവട്ടിലേക്ക് തിരികെ വരുമെന്ന് നീ കരുതിയോ? അവനെ എന്റെ മോന, അതുകൊണ്ടാ ഞാൻ അവനെ സഹായിച്ചത്. കുന്തമാണ് കുന്തം, മകനാണ് പോലും മകൻ. മകൻ നിനക്കിപ്പോ പുല്ല് വില പോലും തന്നിട്ടില്ല വസു. എന്തെങ്കിലും ഒരു സ്നേഹത്തിന്റെ തരുമ്പെങ്കിലും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലേ അവൻ നിന്നെ ഭൂമി പൂജയ്ക്ക് വിളിക്കില്ലായിരുന്നോ? ക്ഷണിക്കില്ല, അവൻ നിന്നെ ക്ഷണിക്കില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നീ ചെയ്യുന്ന ദ്രോഹങ്ങൾ അത്രയ്ക്കുണ്ട്. നീ എന്തുമാത്രം ദുഷ്ടയാണെന്ന് നിനക്കറിയോ? പണം വാരി എറിഞ്ഞ് എന്ത് പാപം നീ ചെയ്യാൻ നോക്കിയെന്നറിയോ? ഗൗതമിനോട് പാപം ചെയ്തത് ഏട്ടത്തിയാണ്. നിധിയെ അവന്റെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുത്തതാണ് ഏട്ടത്തി ചെയ്ത ഏറ്റവും വലിയ പാപം. ഇനി നീ ആ പ്രസംഗം നടത്തണ്ട. നിധി ഗൗതമന്റെ ഭാര്യ, എന്റെ മരുമകളാ. ഏട്ടൻ ഈ വീട്ടിലോട്ട് വന്നു കയറിയപ്പോ ഞാൻ എന്തുമാത്രം പ്രതീക്ഷ എന്നറിയാമോ? എന്തുമാത്രം സന്തോഷം എന്നറിയാമോ? ഞാനും അമ്മയും നടത്തിയ പ്രയത്നത്തിന് ഫലം കണ്ടുന്ന് ആഹ്ലാദിച്ചു. പക്ഷേ ആന്റി അവരെ ഞങ്ങളിൽ നിന്നും കൂടുതൽ അകറ്റുകയാണ് ചെയ്തത്. അതറിഞ്ഞപ്പോ സത്യം പറഞ്ഞ നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുക. എന്താ പ്രണവേ ഇത്? ഗൗതമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ആന്റി ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് ഇപ്പൊ ആന്റിയാണോ കുറ്റം പറയുന്നത്? ഏട്ടൻ മാത്രം വന്നാ മതിയോ? ഏട്ടത്തി വേണ്ടേ? എന്തോ വർത്തമാനാ ശിവാനി നീ പറയുന്നേ? ഇന്ന് ഏട്ടത്തിയോട് വെറുപ്പ് കാണിച്ച് ഒഴിവാക്കാൻ നോക്കിയ ഈ വസുന്ധരാന്റി നാളെ നിനക്കെതിരെ ആയിരിക്കും തിരിയുന്നത്. എന്നിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ നോക്കും. ഈ വീട്ടിൽ നിന്ന്